കുറച്ച് ദിവസത്തിന് ശേഷം വീണ്ടും ഇന്നൊരു റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഈ ഒരു ഐറ്റം വെച്ചിട്ടാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ. ഇതാണ് ഓയിസ്റ്റർ മഷ്റൂം എന്ന് പറയുന്നത്. ചിപ്പിക്കൂണെന്ന് പറയും. ഇതൊക്കെ വളർത്തിയിട്ട് വിൽക്കുന്ന ഒരു ടൈപ്പ് കൂണുകളാണ് കേട്ടോ. അപ്പോൾ ഇത് പാക്കറ്റിലായിട്ട് നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ പേഴ്സണലി ഒരു കൂണിൻ്റെ ലവർ ആയതുകൊണ്ട് തന്നെ ഇതെവിടെ കണ്ടാലും ഞാനിത് വാങ്ങിക്കാറുണ്ട് കേട്ടോ. എനിക്ക് മഷ്റൂം വെച്ചിട്ടുള്ള കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പണ്ടൊക്കെ ആണെങ്കിൽ ഈ ഇടിവെട്ടി മഴ പെയ്യുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെ കൂണിങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാം. അപ്പോൾ അതൊക്കെ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ സൂക്ഷിച്ചൊക്കെ ചെയ്യണം. കാരണം അതിൽ നല്ലതും കാണും ചീത്തയും കാണും. അപ്പോൾ അറിയാമെന്നുള്ളവർക്കൊക്കെ നല്ല രീതിക്കുള്ളതൊക്കെ സെലക്ട് ചെയ്തെടുക്കാനൊക്കെ അറിയാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ഈ വാങ്ങിച്ച മഷ്റൂം വെച്ചിട്ട് ഒരു അടിപൊളി മഷ്റൂം മസാലയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ പാനൊന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചതിന് ശേഷം നല്ല ജീരകവും പെരുംജീരകവും പട്ട ഗ്രാമ്പൂ ഏലക്കയും അതോടൊപ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അതിനുശേഷം നമ്മുടെ ജീരകമൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലോട്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. അതും കൂടെ ഇട്ടതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ അതൊന്ന് സോട്ട് ചെയ്യുക. എന്നിട്ട് അതിലോട്ട് ഒരു ഇടത്തരം വലുപ്പത്തിലുള്ള 3 സവാളയും 3 പച്ചമുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പൂടെ ഇട്ട് അതിന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിൽ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. അതിലൊരു 5-6 അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് നന്നായിട്ട് തന്നെ പേസ്റ്റാക്കി എടുക്കുക. ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഐറ്റം എന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെ ടേസ്റ്റ്, ഈ കറിക്ക് ടേസ്റ്റ് കൊടുക്കുന്ന മൊത്തം ഈ ഒരു സാധനമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാനേ പാടില്ല. അപ്പം നമ്മുടെ സവാളയൊക്കെ ഒന്ന് വരണ്ട് വരുന്ന സമയത്ത് നമുക്കിതാ ഈ മഷ്റൂം ഉണ്ടല്ലോ, കുറച്ച് നേരം മഞ്ഞപ്പൊടിയിലൊക്കെ ഇട്ട് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അതുകൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് അടച്ച് വെച്ച് വേവിച്ച് അതിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങും കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങി ഒന്ന് വെന്ത് വരുന്ന സമയത്ത് തന്നെ നമുക്ക് അതിലോട്ട് ഈ ടൊമാറ്റോയുടെ പേസ്റ്റ് കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പൊടികളൊക്കെ ഇടണം കേട്ടോ. അപ്പോൾ ഇതിലോട്ട് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, ഇത്രയും മസാലകളാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഒരു അളവിന് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രത്യേകിച്ച് അളവൊന്നും പറയാത്ത കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇട്ട് നന്നായിട്ട് തന്നെ ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം അതിലോട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വീണ്ടും വേവിക്കണം കേട്ടോ. വെന്ത് ലാസ്റ്റായിട്ട് വരുമ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യൻ ഡിഷസിൻ്റെ ഒരു പ്രധാന ഘടകമായിട്ടുള്ള ഒരു ഐറ്റമാണ് കസ്തൂരി മേത്തി എന്ന് പറയുന്നത്. അതും കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് വെച്ചാൽ നമ്മുടെ കറി സെറ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെ കൂടെ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.